അഗെയിൻ ബിഗ് ബോസ് സീസൺ 6. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രമോ കണ്ടു. ആ പ്രമോ കണ്ടതിൽ പൂജ അൺകോൺഷ്യസ് ആയിട്ട് എന്താ സുഖമില്ലാതെ കിടക്കുന്നു. സിബിൻ പുറത്തേക്കോ എന്നൊക്കെ ചോദിച്ച് കുറേ വീഡിയോ. സിബിൻ കൺഫ്യൂഷൻ റൂമിൽ ഇരിപ്പുണ്ട്. പഴയ കടന്നു വന്ന വഴികളെല്ലാം മനസ്സിലോട്ട് തിരിച്ചു വരുന്നു, താങ്ങാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കടന്നു വന്ന വഴികളും എല്ലാം റീവൈൻഡ് ആവും. നമ്മൾ ചെയ്യുന്ന ഒരാക്ട് അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡ് അല്ലെങ്കിൽ ഒരു ചീത്ത പ്രവൃത്തി ആദ്യം നമ്മളെ തന്നെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്. നമ്മൾ ചീത്ത ചെയ്യാൻ പോകുന്നു, നമ്മൾ നല്ലത് ചെയ്യാൻ പോകുന്നു, നമ്മൾ ചീത്ത വാർത്ത പറയാൻ, ചീത്ത വേർഡ് പറയാൻ പോകുന്നു എന്നൊക്കെയുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്, നമ്മളെ തന്നെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. സായി കളിക്കുന്ന ഗെയിമാണ് കറക്റ്റ്. പുള്ളി പുറകിൽ ഈ സീഡ് ഇട്ടത് പുള്ളിയാണ്, പക്ഷെ പുള്ളി സൈലൻ്റായിട്ട് നിന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ സംസാരിച്ചോ ആ വാക്കുകളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് സത്യമാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്തെന്ന് വെച്ചോ, ആ ചീറ്റ് ചെയ്ത് അനുഭവിച്ച ആള് അത് താണ്ടി വരുമ്പോഴേക്കും, അത് ക്രോസ് ചെയ്ത് വരുമ്പോഴേക്കും അയാളുടെ വഴിക്ക് അയാളുടെ ലൈഫ് നോക്കി പോകും. പക്ഷെ ചെയ്ത നമ്മൾ മരിക്കുന്നത് വരെ അത് മറക്കില്ല, അല്ലേ? അതാണ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരുടെയും സപ്പോർട്ടല്ല. ഈ സിബിൻ ഇപ്പൊ ചെയ്തത് മൊത്തം സിബിന് ഇപ്പോൾ മോഹൻലാൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് സിബിൻ, അതായത് മോഹൻലാൽ ആ ടീം പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ടാണ് സിബിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ വരുന്നത്. അല്ല, അങ്ങനല്ല. മോഹൻലാൽ ഒരാൾ പറഞ്ഞത് കൊണ്ട് സിബിന് ഇത്രയ്ക്കും ബുദ്ധിമുട്ടായെങ്കിൽ ഈ 12 പേര് അല്ല, അതിനകത്ത് 17 കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ 17:2 എന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു പെണ്ണിന്, ആ പെണ്ണിന് 23 വയസ്സുള്ളെന്ന് ആലോചിക്കണം. അവളെ ബുള്ളി ചെയ്തപ്പോഴത്തേക്കും അത് താങ്ങി ആ കുട്ടി അവിടെ നിന്നില്ലേ? നോറ നിൽക്കുന്നില്ലേ? അർജുൻ നിൽക്കുന്നില്ലേ? അവരൊക്കെ നിൽക്കുന്നില്ലേ? അപ്പോൾ ഇത്രയ്ക്കും മനസ്സിന് സ്ട്രെങ്ത് ഇല്ലേ? അപ്പം ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പക്ഷേ പുള്ളിക്കാരൻ നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. വളരെ രസമാണ് അങ്ങേര് സംസാരിക്കുന്ന കേൾക്കാനായിട്ട്. നമുക്ക് ബോറടിക്കത്തില്ല. ഇവിടെ നടന്നത് എന്താണെന്ന് അറിയത്തില്ല. പൂജ അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നു, അത് ആരും പറഞ്ഞിട്ടില്ല. 2 പേരെ വന്ന് സിസ്റ്റേഴ്സ് ആണെന്നുള്ള ഒരിതിൽ പോയി പുള്ളി ബൈറ്റ് ചെയ്തു. അത് സ്നേഹം കൊണ്ടാണെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ 2 ദിവസം കൊണ്ട് സിസ്റ്ററായിട്ട് തോന്നുമോ? നമ്മൾ അത്രയ്ക്ക് ഫ്രീഡം ഒരാളുടെ അടുത്ത് എടുക്കാമോ? നമുക്ക് തന്നെ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? അപ്പം നമ്മൾക്ക് എന്തും കംഫർട്ടാണെങ്കിൽ നമ്മൾ ഏത് ലെവൽ വരേക്കും പോകും. നമുക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സിന് പ്രശ്നമല്ല. അങ്ങനല്ല നമ്മൾ. അതായത് അയാൾക്ക് 33 വയസ്സോ മറ്റോ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ലൈഫിൽ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളെ തന്നെയാണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ തന്നെയാണ് ആദ്യം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളൊരു ചിപ്സ് കഴിച്ചുകൊണ്ട് TV കാണുകയെന്ന് വെച്ചു, നമുക്ക് ആ TVയിലെ ഡയലോഗ് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ചിപ്സ് ചവയ്ക്കുന്ന സൗണ്ടാണ് ആദ്യം നമ്മൾ കേൾക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്ത് വയ്ക്കും വോളിയം, അല്ലേ? അതായത് നമ്മൾ പറയുന്നതെല്ലാം, അതായത് നെഗറ്റീവ്. വേറൊരു കാര്യം അറിയാമോ? നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ഇതില്ല അതില്ല, അയ്യോ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ നടക്കും നമുക്ക്. ബിക്കോസ് നമ്മുടെ മൈൻഡ് അതിന് തയ്യാറാകുവാണ് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ല 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 എന്ന് കുറേ പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്ന ഓപ്പോസിറ്റുള്ള ആളെക്കാളും കൂടുതൽ പറയുന്ന നമ്മൾക്കത്, നമ്മുടെ മൈൻഡ് അത് വിശ്വസിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് റെഡിയാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ എനിക്ക് ആരുടെയും സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ സിബിൻ 50 ലക്ഷം അത്ര വാങ്ങിച്ചുകൊണ്ട് പോയാലും, അല്ല ജാസ്മിൻ കൊണ്ടുപോയാലും, പിന്നെ അർജുൻ കൊണ്ടുപോയാലും, ശ്രീതു കൊണ്ടുപോയാലും, ആര് കൊണ്ടുപോയാലും എനിക്കെന്താണ്? മനസ്സിലായില്ലേ? ഞാൻ ആ ഷോ കാണുന്നു, എൻജോയ് ചെയ്യുന്നു. പിന്നെ കുറേ ടേണിങ് പോയിന്റ്സ് വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇപ്പം നല്ലത് പറഞ്ഞ് ബാക്കിൽ ചീത്ത പറയുന്നതൊക്കെ കാണുമ്പോൾ ഇതാണ് സൊസൈറ്റി എന്ന് ഞാൻ ആശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ബിക്കോസ് ബാക്ക് സ്റ്റാബിങ്, ബുള്ളിങ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലുണ്ടാകാം, വർക്ക് പ്ലേസിലുണ്ടാകാം, ഫ്രണ്ട്സിനിടയിലുണ്ടാകാം. നമ്മൾ എത്ര നല്ലത് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവർ നോക്കുമ്പോൾ തെറ്റായിരിക്കും. അവർ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടാവും. മനസ്സിലായി? നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച്